ഓക്കെ. സോ നമ്മളപ്പോ അടുത്തത് നോക്കാൻ പോകുന്നത് റിലേഷൻ ആണ്. റിലേഷൻ ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് മാക്സിമം തരുന്നു, മിക്കവാറും പിന്നെ തീരെ ക്ലാസ്. സോ ഇതിനകത്ത് നമുക്ക് പാരന്റ് ചൈൽഡ് റിലേഷൻ ഉണ്ട്. പാരന്റ് ചൈൽഡ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പാരന്റ് ചൈൽഡ് റിലേഷൻ എന്താണ്, ഒരു പാരന്റിനകത്തുള്ള ആദ്യത്തെ എലമെന്റിനെ എങ്ങനെ എടുക്കാം, ചൈൽഡിനകത്ത് നിന്ന് പാരന്റ് എലമെന്റിനെ എങ്ങനെ, ഐ മീൻ ലൈക്ക് ഇതെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഞാൻ എനിക്ക് ആവശ്യമുള്ള എലമെന്റിനെ എങ്ങനെ റെഫറൻസ് ചെയ്ത് എടുത്തു മാറ്റുന്നു എന്നുള്ളത്. ഇതുവരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മളെല്ലാം ക്വറി സെലക്ടർ ആയിക്കോട്ടെ, ഗെറ്റ് എലമെന്റ് ഐഡി ആയിക്കോട്ടെ, ഗെറ്റ് എലമെന്റ് ക്ലാസ് നെയിം ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്ത് എന്റെ HTML-നകത്ത് ഉള്ള സാധനങ്ങളെ റെഫറൻസ് ചെയ്ത് അതിനെ ചേഞ്ച് വരുത്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ റിലേഷൻസ് എന്ന് പറയുന്നത്, ഉള്ള സാധനങ്ങളെ തന്നെ റെഫറൻസ് ചെയ്ത് മാറ്റാനുള്ളത്. ഇതിനകത്ത് ക്രിയേറ്റ് എലമെന്റ് മാത്രമാണ് കുറച്ചൊന്ന് ചാടി നിൽക്കുന്നത്, കാരണം അത് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആരും റെഫറൻസ് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. സോ യെസ്, കമ്മിങ് ടു ദ പോയിന്റ്. നമുക്ക് ഈ ഒരു എക്സാമ്പിളിനകത്തുള്ള ഈ ഒരു ബോഡി കൺഫ്യൂസിങ് ആണ്. ഇന്ന് ക്ലാസ് പറയുമ്പോൾ തൊട്ട് ആ ഒരു സാധനം വെച്ച് കളിക്കാം. സോ നമുക്കപ്പോൾ ഞാനിവിടെ ഒരു ഡിവ് ഉണ്ടാക്കുകയാണ് ബോയ്സ്. സോ വി ആർ മേക്കിംഗ് എ ഡിവ് ആൻഡ് ഇതിൻ്റെ പേരാണ് പാരന്റ്. ഇതിനകത്തൊരു സ്റ്റൈൽഡ് ഉണ്ട്, ചിൽഡ്രൻ, അതിനകത്തൊരു H1 ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനമാണുള്ളത്. ഓക്കെ, ഇത്ര സാധനമാണുള്ളത്. ഇതിനകത്ത് നമുക്കിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ആരാണ്, പാരന്റിനകത്തുള്ള ചൈൽഡിനെ, അല്ലെങ്കിൽ നമുക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമുക്കപ്പോൾ ഇതിനകത്ത് ഓക്കെ ഇങ്ങനൊരു സാധനം ചെയ്യാം. ഇത്രയാണ് എൻ്റെ HTML-നകത്തുള്ളത്. അതപ്പോൾ ഇവിടെ ആപ്ലിക്കേഷനകത്ത് ഒന്ന് റീലോഡ് ചെയ്യുന്നത് 2 ചൈൽഡ് ഉണ്ട്, ഇവിടെ ഒരു പാരന്റ് ഉണ്ട്, പാരന്റ് ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആദ്യം വേണ്ടത് പാരന്റിന്റെ റെഫറൻസ് ഒപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുക, കോൺസ്റ്റ് പാരന്റ് ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ ഒരു പാരന്റ് ഉള്ളു, അപ്പൊ ക്വറി സെലക്ടർ മതിയാവും. അത് ക്ലാസ്സിനെ വെച്ചാണ് എടുക്കുന്നത്, ക്ലാസിന്റെ പേര് പാരന്റ്. ഓക്കെ. സോ പാരന്റ് വന്നു, പാരന്റിനകത്ത് ഒരു ഡിവ് ആണുള്ളത്. ഇനി നമുക്ക് പുതിയൊരു ഇതിനെ പഠിക്കാം. പാരന്റിന് നമുക്ക് തുറന്നു നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമോ, 2 ചിൽഡ്രനെ കാണാം. ഓക്കെ, കണ്ട ഒരു പാരന്റിനകത്തുള്ള എല്ലാ ചിൽഡ്രനെയും കിട്ടി. അപ്പൊ ഇതിനകത്ത് എനിക്ക് കുറെ അധികം ടാഗ് ഉണ്ടെങ്കിലോ എല്ലാത്തിനെയും കിട്ടുമോ? നമുക്കത് വേറെ ഏതെങ്കിലും പേജ് ഇപ്പൊ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സാധനമുണ്ട്. ഓക്കെ, നമുക്ക് വിക്കിപീഡിയ പോവാം. വിക്കിപീഡിയ ജാവാസ്ക്രിപ്റ്റ്. ഓഹ് മൈ ഗാഡ്, ഇതത് ചൈനീസ് ഭാഷയാണല്ലോ. ചൈനീസ് ആവോ? ഇല്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് വിക്കിപീഡിയയുടെ പേജാണ്. ഇതിനകത്ത് നമുക്കൊരു എലമെന്റിനെ സെലക്ട് ചെയ്യാം. ഇതൊരു എലമെന്റാ. ഈ എലമെന്റിന്റെ ID ഉണ്ട്, ബോഡി കണ്ടന്റ്. ഓക്കെ, എലമെന്റ് ID കിട്ടി, ബോഡി കണ്ടന്റ്. എനിക്ക് ആ ബോഡി കണ്ടന്റിനെ റെഫറൻസ് ചെയ്യണം. അപ്പൊ കോൺസ്റ്റ് ബോഡി കണ്ടന്റ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ ID വെച്ചാണ് ഞാൻ റെഫറൻസ് ചെയ്യുന്നത്. ഹാഷ്ടാഗ് ഇട്ട് ബോഡി കണ്ടന്റ് ഇട്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ബോഡി കണ്ടന്റ് ലോഗ് ചെയ്താൽ എനിക്ക് ആ ഡിവ് മൊത്തം കിട്ടും. അതിനകത്ത് തുറന്ന് അതിനകത്തുള്ള സാധനം എല്ലാം കിട്ടും. ഇനിയപ്പോ ബോഡി കണ്ടന്റിന്റെ ചിൽഡ്രൻ ആരൊക്കെയാണെന്ന് അറിയണം. ബോഡി കണ്ടന്റിന് മൊത്തം 4 ചിൽഡ്രനാണുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ബിഫോർ എന്തോ ഒരു സാധനം. അപ്പൊ ഇതിന്റെ ഇതൊരു ക്ലാസ് നെയിമാണ്. എന്താണ് ഇതിനകത്ത് കുറെ ചിൽഡ്രൻ ഉണ്ടാ. ഓക്കെ, അതാണ് സാധനം. അതിനകത്ത് അതിന് പോകുന്നില്ല വീണ്ടും. ഓക്കെ, ഇതാണ് സംഭവം. ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഒരു പാരന്റ് കാണും. നമ്മളിപ്പോ നമ്മുടെ എക്സാമ്പിളിൽ തന്നെ ഇട്ട പോലെ നമ്മുടെ കേസിൽ ഇവനാണ് പാരന്റ്. പാരന്റിനകത്ത് 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ചിൽഡ്രനെ മൊത്തം റെഫറൻസ് ചെയ്യണതിൽ ഈ ഒരു സാധനം ഉണ്ട്. ഇതൊരു HTML കളക്ഷൻ കൊണ്ട് ഇതിനകത്ത് ലൂപ്പ് ഒന്നുമില്ല. നമ്മൾ ബൈ ഡിഫോൾട്ട് മാനുവലി അതിനെ അറേ ആക്കിയിട്ട് ലൂപ്പ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു കാര്യം. ഇതിനൊക്കെ നമുക്ക് പാരന്റ് വെച്ച് ചിൽഡ്രനെ റെഫറൻസ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെയാണ് ഞാനിപ്പോ ചിൽഡ്രന്റെ ഒരു റെഫറൻസ് എടുക്കുന്നതായിരിക്കോ. ഇവിടെ വന്നു, ഞാനിത് ക്ലിയർ അടിച്ചു. കോൺസ്റ്റ് ചൈൽഡ് നോക്കാം. ചൈൽഡ് ഈക്വൽ ടു ഡോം എക്സെപ്ഷൻ അല്ല, ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടറിനകത്ത് ഞാൻ അതെന്ത് പറഞ്ഞാൽ ID തന്നെയാണ് കേട്ടെ, അല്ല ക്ലാസ് ആണ് കേട്ടെ. അപ്പൊ ഡോട്ട് ചിൽഡ്രൻ തന്നെ ഇത്. ഓക്കെ. സോ ഡോട്ട് ചിൽഡ്രൻ ഇട്ടു, ഞാൻ ഇവിടെ ഇട്ടു, അതവിടെ കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പൊ ചൈൽഡിനകത്ത് എന്ത് വന്നു, ചൈൽഡ് വന്നു. ഞാൻ ചൈൽഡ് ഡോട്ട് പാരന്റ് കൊടുക്കാന്ന് എഴുതിക്കോ. പാരന്റ് കണ്ട
ചൈൽഡിന്റെ പാരന്റ് എലമെന്റ് റെഫറൻസ്. ഇതിനകത്ത് ജസ്റ്റ് അങ്ങനെ ഇൻഡത്തായിട്ടൊന്നും ഇല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ലൈക്ക് മീന്റെ ആ ഒരു സാധനം ഇങ്ങനെ റെഫറൻസ് ചെയ്യാം, ഇങ്ങനത്തെയും ആട്രിബ്യൂട്ട്സ് ഉള്ളതാണ്. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ 1-2 ഹാൻഡ് പിക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ട്യൂട്ടോറിയൽസിൽ അവർ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പൊ അതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് കാണുമെങ്കിൽ അത് തന്നെ ഇവിടെയും കൊണ്ടുവരുന്നത്. നമ്മളപ്പോ ചേട്ടനകത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞ ചവർ കണക്ക് സാധനങ്ങളുണ്ട്. ഇതിനകത്ത് കുറച്ച് അവര് പറഞ്ഞതും എന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. സോ അവര് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. സോ പാരന്റ് എലമെന്റ്, പാരന്റ് വെച്ച് ചൈൽഡിനെ എടുക്കാൻ പറ്റും, ചൈൽഡ് വെച്ച് പാരന്റിനെ എടുക്കാൻ പറ്റും. സോ അതാണ് ഇതിന്റെ സാധനം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് എലമെന്റ്. എനിക്കിപ്പോ ഇതിനകത്ത് 2 ചൈൽഡ് ഉണ്ട്, ഒരു പാരന്റിനകത്ത് 2 ചിൽഡ്രൻ ഉണ്ട്. എനിക്ക് ആദ്യത്തെ ചിൽഡ്രനെ മാത്രം വേണമെങ്കിൽ ആദ്യത്തെ ചിൽഡ്രൻ എന്ന് പറയത്തില്ല. സോ എനിക്ക് ഈ പാരന്റിന്റെ റെഫറൻസ് വീണ്ടും ഒന്ന് എടുക്കണം. ഓക്കെ, ഈ പാരന്റിനകത്തുള്ള ആദ്യത്തേന് മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് എലമെന്റ് ചൈൽഡ് എന്ന് കൊടുത്താൽ അതിനകത്ത് ചിൽഡ്രൻ വരും. അല്ല, സോ അതാണ് ആ ഒരു ടാഗ്. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആട്രിബ്യൂട്ട് CSSന്റെ സെലക്ടർ പറഞ്ഞ ആ ഒരു ലാഘവത്തോടെ എടുത്താൽ മതി. ഫസ്റ്റ് എലമെന്റ് വിളിച്ച് എന്തോരം നോക്കാം. ഫസ്റ്റ് എലമെന്റ് വിളിച്ചിട്ടൊന്നും വന്നില്ലല്ലോ, അതെന്ത് സാധനം? അതെന്തുവാടാ, അത് നോക്കട്ടെ ഒരു മിനിറ്റ്. പ്രോപ്പർട്ടി ഫസ്റ്റ് എലമെന്റ് ചൈൽഡ് അല്ല. ഫസ്റ്റ് എലമെന്റ് ചൈൽഡ് അല്ല, ഫസ്റ്റ് എലമെന്റ് ചൈൽഡ് ആണോ? അതെന്ത് സാധനം? ഞാൻ കൈതട്ടിയല്ലേ എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് എലമെന്റ് ഗെറ്റിംഗ് ഫസ്റ്റ് എലമെന്റ് ഫ്രം ദ ബോഡി ഫസ്റ്റ് ചൈൽഡ്. അതാ ഇതാണ് ഒരു കറക്റ്റ് ഒരു സാധനം. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. കം ബാക്ക് ടു ദാറ്റ് ലേറ്റർ. സോ യാ, നെക്സ്റ്റ് സിബ്ലിംഗ്, അത് രണ്ടും അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ്. ഓക്കെ, പാരന്റ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ് എന്താ നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ് എന്താ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ്, ഞാനിപ്പോ ഇവിടെ ചൈൽഡിന്റെ ഒരു റെഫറൻസ് വീണ്ടും എടുക്കുകയാണ്. ചൈൽഡിന്റെ ഒരു റെഫറൻസ് എടുത്തു. ചൈൽഡ് നോട്ട് നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ് കൊടുത്താൽ, ഓക്കെ അതാരും വന്നില്ല. നെക്സ്റ്റ് എലമെന്റ് സിബ്ലിംഗ് കൊടുത്താൽ അതിന്റെ കൂടെ ഉള്ള ഒരാൾ തന്നെ വരും. ഞാനിപ്പോ ഇവിടെ ചൈൽഡ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബ് ഒന്നും കൂടി ഇട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, ഒരു മിനിറ്റ്. ചൈൽഡിന് റെഫറൻസ് ചെയ്തു. കണ്ട ആ ഒരു എലമെന്റിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മൾ ഉണ്ടെങ്കിൽ അവരാണല്ലോ സിബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അച്ഛനമ്മ, ഈ ഒരു പാരന്റിന് 2 മക്കൾ, അതിനകത്ത് ഒരാളെ റെഫറൻസ് ചെയ്തിട്ട് അതിന്റെ സിബ്ലിങ്ങിനെ റെഫറൻസ് ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആരാണോ, തൊട്ടടുത്തുള്ള ആരാണോ അയാളുടെ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് സിബ്ലിങ്ങിന്റെ കാര്യം. സോ ഇതിനകത്ത് എന്റെ ബോഡിക്കകത്ത് എനിക്കിപ്പോ ഒരു സാധനവും ഇല്ല, ബോഡി എംപ്റ്റി ആണ്. എനിക്കപ്പോ ബോഡിക്കകത്ത് എനിക്ക് HTML എഴുതാതെ ഒരു P ടാഗ് ഇടണം, അതും ഹലോ വേൾഡ് ഇടണം. അതെങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനപ്പോ ആദ്യം എനിക്ക് ബോഡിയുടെ റെഫറൻസ് വേണം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ വേണ്ട, ക്വറി സെലക്ടർ വിളിക്കാം. ബോഡി ആണല്ലോ, അതിന് പ്രത്യേകിച്ച് ഐഡിയും ഇതുമല്ല. അപ്പൊ ക്വറി സെലക്ടർ വിളിച്ചു, ബോഡി ടാഗിനെ വിളിച്ചു, PODY. ഓക്കെ, ബോഡി ടാഗിനെ ഞാനൊരു സാധനത്തിൽ സ്റ്റോർ ചെയ്തു. ബോഡി എന്ന് വിളിച്ചാൽ ആ ഒരു സാധനം കിട്ടും, നമ്മുടെ ബോഡി ടാഗ് കിട്ടി. അടുത്തതെന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഇന്റർ ചെയ്യേണ്ടത്? P ടാഗ് ആണ് ഇടേണ്ടത്. ഓക്കെ, P ടാഗ് ആണ് ഇടേണ്ടത്. അപ്പൊ ഞാൻ കോൺസ്റ്റ് P ടാഗ് ഉണ്ടാക്കുന്നു. P ടാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. എലമെന്റ് ആണല്ലോ P ടാഗ് എന്ന് പറയുന്നത്. P ടാഗ് ഉണ്ടാക്കുന്നു. എലമെന്റ് ഏത് എലമെന്റ് ആണോ ഉണ്ടാക്കുന്നത് ആ എലമെന്റിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കണം. ഓക്കെ, ആ എലമെന്റ് ഉണ്ടായി. ഇനി ഞാനിപ്പോ ഇവിടെ P ടാഗ് എന്ന് കൊടുത്താൽ P ടാഗ് വന്നു. പക്ഷെ P ടാഗിനകത്ത് ഒന്നുമില്ല. P ടാഗിനകത്ത് എങ്ങനെ ടെക്സ്റ്റിനെ ആഡ് ചെയ്യും? നമ്മളപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ പഠിച്ചൊരു സാധനമുണ്ട്. എന്താ? ടെക്സ്റ്റ് കണ്ടന്റ്, ഇന്നർ ടെക്സ്റ്റ്, ഇന്നർ HTML. ഇവന്മാർ മൂന്നും ഒരു എലമെന്റിന്റെ അകത്തുള്ള സാധനത്തിനാണ് പോയിന്റ് ചെയ്യുന്നത്. എനിക്കപ്പോ P ടാഗിനകത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ഇട്ടാൽ മതി, ഇന്നർ ടെക്സ്റ്റ് ഇടാം. അപ്പൊ എനിക്കപ്പോ P ടാഗിനകത്ത് ഇന്നർ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ P ടാഗ് ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോ എന്ത് വേണം? ഇത് ഞാൻ JS വെച്ചാണ് ആഡ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ എന്റെ P ടാഗ് ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ട, P ടാഗിനകത്ത് നേരത്തെ ആദ്യം ബോഡിക്കകത്ത് ബോഡി എടുത്തു. ബോഡിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലൈവ് സെർവർ ഇട്ടൊരു കോഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇല്ല. ഞാനൊരു P ടാഗ് ഉണ്ടാക്കി. P ടാഗ് ഉണ്ടാക്കിയത് ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. P ടാഗ് വിളിച്ചപ്പോഴത്തേക്ക് ഒരു P ടാഗ് ഉണ്ടായി. ഞാൻ അത് കഴിഞ്ഞ് P ടാഗ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു MD P ടാഗ് വന്നു. അതാണ് ഈ സാധനം.
എന്നിട്ട് എനിക്ക് അതിനകത്ത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ആ ടെക്സ്റ്റ് എന്നിട്ട് ഞാൻ HTML ഒരു ലൈൻ പോലും HTML എന്റെ HTML താകപ്പാട് ഒരു ബോഡി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും എഴുതാതെ എനിക്ക് ഇവിടെ ഒരു പി ടാഗ് കൊണ്ടുവരണം. അതാണ് എന്റെ എയിം എന്ന് പറയുന്നത്. സോ പി ടാഗ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പി ടാഗിനകത്തുള്ള ഇന്നർ ടെക്സ്റ്റിനകത്ത് എന്ത് കൊടുത്തു, എന്തോ ഒരു ടെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും പി ടാഗ് എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് ആ പി ടാഗിനകത്ത് എന്തോ ഒരു ടെക്സ്റ്റ് വന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എനിക്കിത് എന്റെ വ്യൂവിൽ കാണിക്കണം. ഐ മീൻ എന്റെ ബ്രൗസറിനകത്ത് ഈ ഒരു സാധനത്തിന് റെൻഡർ ചെയ്യണം. അതിനെന്താണുള്ളത്, എന്റെ ബോഡിയുടെ റെഫറൻസ് എന്തോ എന്റെ കയ്യിലുണ്ട്. ബോഡിക്ക് അകത്തോട്ട് എനിക്ക് പി ടാഗിന് ഇടണം. ബോഡിക്ക് അകത്തോട്ട് എനിക്ക് പി ടാഗിന് ഇട്ടാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ഇവിടെ എലമെന്റ്സിനകത്തുള്ള ബോഡിക്കകത്ത് എന്റെ പി ടാഗ് വരത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അപ്പോ ഒരു സാധനത്തിനകത്തോട്ട് ഒരു വേറൊരു സാധനം നമ്മൾ അറയിലൊക്കെ ആണെങ്കിൽ എന്താ ഇടുന്നത്, അപ്പൻഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ഒരു സാധനം ഇപ്പോൾ ഉള്ള അതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ലാസ്റ്റ് കൊണ്ട് അപ്പൻഡ് ചെയ്യാന്ന് പറയും. ബോഡി ഡോട്ട് അപ്പൻഡ് ചൈൽഡ് ആണല്ലോ അപ്പൻഡ് ചെയ്യുന്നത്. ഐ മീൻ അതിന്റെ ആ ഒരു ബോഡി എന്ന് പറയുന്ന പാരന്റ് ആണെങ്കിൽ അതിന്റെ ചൈൽഡ് ആയിട്ടാണ് അപ്പൻഡ് ചെയ്യുന്നത്. അപ്പൊ ചൈൽഡ് കൊടുത്തു. എന്താണ് അപ്പൻഡ് ചെയ്യേണ്ടത്, പി ടാഗ് ആണ്. കണ്ടോടനെ ഇവിടെ വന്നത് കണ്ടോ. ഇത് ഞാനിപ്പോ എന്റെ പി ടാഗിനെ കണ്ട, അത് അപ്പൻ്റെ ആയതുകൊണ്ട് ഞാൻ പി ടാഗിനകത്ത് എന്ത് ചേഞ്ച് വരുത്തിയാലും അവിടെ വരും. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, പക്ഷെ ഇവിടെ എന്തോ ഉണ്ട്. ഇനി എന്റെ എലമെന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഒന്നും ഇല്ലാത്തടത്ത് ആര് വന്നു, എന്റെ പി ടാഗ് വന്നു. എന്ത് വേണോ ആഡ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഡിവ് ആഡ് ചെയ്യാം, എന്ത് വേണോ ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത പണി ആ മാനുവലി പണിയാണ്. അവിടെ പി ടാഗ് ഇടാനുള്ളത് ഇവിടെ വന്നിട്ട് 4 ലൈൻ എഴുതണം. ഐ മീൻ 4 അതിൽ കൂടുതൽ, ഡിപ്പെൻഡ്സ് ഓൺ ദി യൂസ് കേസ്. സോ ഇതുപോലെ എനിക്ക് ഇനിയിപ്പോ ഒരു ഡിവ് ഉണ്ടാക്കണമായിരിക്കോ. എനിക്കിപ്പോ ഒരു ഡിവ് ഉണ്ടാക്കണേൽ കോൺസ്റ്റ് ഡിവ് ഈസ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്, ക്രിയേറ്റ് ആട്രിബ്യൂട്ട് അല്ല, ക്രിയേറ്റ് എലമെന്റ്. അതിനകത്ത് എനിക്ക് ഡിവ് വേണം. ഡിവ് ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുന്നു. ആ ഒരു ക്ലാസ് കൊടുക്കുന്നു. മൈ ഡിവ്. ഓക്കെ ഇനി ഡിവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ ഈക്വൽ ടു വയലറ്റ്. ഡിവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് പാഡിങ് ഈക്വൽ ടു 10 പിക്സല്. ഡിവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു വൈറ്റ്. ഓക്കെ ഇത്രയും സാധനം കൊടുത്ത് ഞാനൊരു ഡിവ് ഉണ്ടാക്കി കഷ്ടപ്പെട്ടു. ഡിവിനകത്ത് കണ്ടിട്ടൊന്നും ഇട്ടില്ല. ഞാനൊരു ഡിവാണ്. ഓക്കെ ഇനിയിപ്പോ എന്റെ ഡിവ് നോക്കുകയാണെങ്കിൽ ഇത്രയും സാധനം ഞാൻ ജാവാ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണ്. ഇത്രയും HTML ഞാൻ ജാവാ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഈ ഡിവിനെ അപ്പൻഡ് ചെയ്യാം. ഓക്കെ അപ്പോ ബോഡി ഡോട്ട് അപ്പൻഡ് ചൈൽഡ്. പക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ തെറ്റിച്ചതാണ് വരാത്തത്. ഡിവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ